ദേശീയ രാഷ്ട്രീയത്തിൽ ഇനിയുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ആരെ പ്രധാനമന്ത്രിയാക്കി മുന്നോട്ട് പോയാൽ വിജയിക്കും? കാരണം ഇപ്പോൾ ഇത് ചോദിക്കാൻ കാര്യം, നിതീഷ് കുമാറിനെ വരെ പ്രധാനമന്ത്രിക്ക് യോഗ്യനാണെന്ന അർത്ഥത്തിൽ BJP കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട് വാദം. അത് ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ കളികൾ എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഏതൊക്കെ സാധ്യതകളാണ് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ബാക്കിയുള്ളത് മതേതര ചേരികൾക്ക്? സത്യം പറയാണ് സഹതാപം തോന്നുന്നു. കാരണം എന്തുകൊണ്ടാണ് 400 സീറ്റ് നേടുമെന്നും 1 നേഷൻ 1 ലീഡർ, അതായത് മോദി 1 ലീഡറായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതാവസാനം വരെ ഇന്ത്യ ഭരിക്കാമെന്നും അതുകൂടാതെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും CAA അടിച്ചേൽപ്പിക്കുമെന്നും NRC നടപ്പാക്കുമെന്നും പാകിസ്ഥാനാണ് കോൺഗ്രസ് ജയിക്കുന്നതിൽ പ്രാർത്ഥന നടത്തണമെന്നും പിന്നെ മുസ്ലിം സഹോദരങ്ങളുടെ ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും മതേതരത്തിനും വലിയ സംഭാവനകൾ അന്ന് ഇന്ന് നൽകുന്ന മുസ്ലിം സഹോദരങ്ങള് അവർക്ക് വേണ്ടിയിട്ട് ഹിന്ദുക്കളുടെ താലിമാല വലിച്ചു പറിച്ച് കോൺഗ്രസ് അവർക്ക് കൊടുക്കുമെന്നും സംവരണം മുഴുവൻ അവർക്ക് കൊടുക്കുമെന്നും സമ്പത്ത് മുഴുവൻ അവർക്ക് കൊടുക്കുമെന്നും ആ ഒടുവിൽ മഹാത്മാഗാന്ധിയെ കുറിച്ച് ഒരു ലോകത്തിന് മുമ്പിൽ ഈ മഹത്തായ രാജ്യം ഇന്നും അന്തസ്സോടുകൂടി ലോകത്തിന് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്നത് ഏറ്റവും മനോഹരമായ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന മഹാത്മാഗാന്ധിയെ ഈ മനുഷ്യന് ഒരു ഉളുപ്പില്ലാതെ പറയുവാണ് ചാനലിൽ ഇരുന്നുകൊണ്ട്. എന്താ പറഞ്ഞേ? ഈ മഹാത്മാഗാന്ധി ലോകം മുഴുവൻ അറിയപ്പെട്ടത് 1982 ഗാന്ധി എന്ന സിനിമ, റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമയിലൂടെയാണ് ഗാന്ധിജി ലോകത്തിന് മുമ്പിൽ അറിയപ്പെടുന്ന പറഞ്ഞത്. ഈ പറയുന്ന നരേന്ദ്രമോദി എത്ര മോശമായിട്ടാണ് മഹാത്മാഗാന്ധിയെ പോലും ഇദ്ദേഹം അവഹേളിച്ചത്. ചരിത്രബോധത്തിന്റെ ഒരു കണികയുണ്ടെങ്കിൽ ലോകത്ത് മുഴുവൻ മാധ്യമങ്ങൾ അത് അപലപിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയ ഇനി ഗാന്ധിജി ആരാ? നെൽസൺ മണ്ടേല, പിന്നെ മാർട്ടിൻ ലൂതർ കിങ്, എന്തിനാ നമ്മുടെ പോപ്പ് ഗായകൻ മൈക്കിൾ ജാക്സൺ വരെ പറഞ്ഞു ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ പ്രചോദനം ഗാന്ധിജിയാണെന്ന്. ലോകത്തിൽ എവിടെ പോയാലും മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങളോ ഐൻസ്റ്റീൻ അടക്കം പറഞ്ഞു. ഈ മജ്ജയും മാംസവും ഏന്തി ഒരു മനുഷ്യൻ നടന്നുപോയെന്ന് വരും തലമുറ വിശ്വസിക്കില്ല. തീർച്ചയായിട്ടും ഐൻസ്റ്റീൻ പറഞ്ഞു. ആരാണ് ഐൻസ്റ്റീൻ? ഐൻസ്റ്റീൻ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയാവുന്ന എനിക്കറിയത്തില്ല. ഞാനത് ചെറുതായിട്ട് പറയുന്നതല്ല. ഇങ്ങനെ ഈ രാജ്യത്ത് ഭരണത്തിലേറാൻ വേണ്ടി അവസാനം ഞാൻ ദൈവമാണെന്നും പറഞ്ഞുകൊണ്ട് ധ്യാനം വരെ ഇരുന്ന് വിവേകാനന്ദന്റെ പാറയിൽ പോയിരുന്നുകൊണ്ട് വിദ്വേഷം പറയാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ക്യാമറയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് മോഡൽ പേപ്പർ നാണം കെടുത്തിയ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യ, ഒരുപക്ഷെ ലോകം മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഏകാധിപത്യത്തിലേക്ക് കടന്നു പോകുന്ന ഒരു തനിക്കുമാകാമെന്ന് ഉള്ള കഠിന ശ്രമം നടത്തിയ അദ്ദേഹത്തിന് ഇനി പ്രധാനമന്ത്രി പദത്തിലേക്ക് പോകുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാതെ നിതീഷ് കുമാറിനെ ഭരണം നിലനിർത്താൻ വേണ്ടി പ്രധാനമന്ത്രിയാക്കുക എന്ന് പറഞ്ഞത് അത് ഈ രാജ്യത്തേക്ക് ഇപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു കാവ്യ നീതിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ വസ്തുത എന്താ? ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി 2019 വാരണാസിയിൽ നേടിയ ഒരു ഭൂരിപക്ഷത്തില 4,82,000 വോട്ടാണ് അദ്ദേഹം നേടിയത്. അദ്ദേഹം അന്ന് 2 തവണ മാത്രമേ അവിടെ പ്രചരണത്തിന് പോയുള്ളൂ. നോമിനേഷൻ കൊടുക്കുന്ന ദിവസവും അതിനുശേഷം ഒറ്റ പ്രാവശ്യവും. പക്ഷെ ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രയാ? 1,00,000 1.5 ലക്ഷം മാത്രം. അദ്ദേഹം ആദ്യത്തെ 2 ഫേസിൽ വോട്ടെണ്ണുമ്പോൾ അദ്ദേഹം 8,000 വോട്ടിന് പുറയിലായിരുന്നു. അതോടുകൂടി ആ ഒരു വോട്ടിന് പുറയിലാണെങ്കിൽ പോലും നരേന്ദ്രമോദി അതോടുകൂടി ഇന്ത്യയിലെ ജനങ്ങൾ എഴുതി തള്ളി അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്ന് അദ്ദേഹം തെളിച്ചു കഴിഞ്ഞു. അത് നാണം കെട്ട് അദ്ദേഹത്തിന്റെ അരുമശിഷ്യനും അദ്ദേഹത്തിന്റെ എല്ലാ ഭരണ വികൃതികൾക്കും കൂട്ടുനിന്ന ഈ രാജ്യം വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് കിടന്ന അദ്ദേഹത്തിന്റെ അരുമശിഷ്യ അമിത്ഷാ പോലും 4 ലക്ഷത്തിന് മുകളിലേക്ക് വോട്ട് നേടിയപ്പോൾ ഈ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എത്രയും വെറുക്കപ്പെട്ടവനായി മാറി എന്നുള്ളവരും ഇനിയിപ്പോ ആരെങ്കിലും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം ഒരു നിമിഷം പോലും പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കാനായിട്ട് യോഗ്യതയില്ല. ഇനി RSSന്റെ നിലപാട് പറയാം. RSSന്റെ ആവശ്യം ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ബഹുമാനപ്പെട്ട BJPയുടെ ദേശീയ പ്രസിഡന്റ് നദ്ദ പറഞ്ഞു ഒരു തെരഞ്ഞെടുപ്പിന്റെ കേവലം 8 ദിവസങ്ങൾക്ക് മുമ്പ്. എന്താ പറയാൻ കാരണം? RSS ഈ തെരഞ്ഞെടുപ്പിൽ നിശബ്ദമായിരുന്നു. മോദിയോടുള്ള നരേന്ദ്രമോദിയോടുള്ള അവരുടെ അകൽച്ച അവർ പ്രകടമാക്കി കഴിഞ്ഞു. അവരെ ഈ തെരഞ്ഞെടുപ്പിൽ നിശബ്ദരായിരുന്നു. RSS ഇനി ഒരിക്കലും പ്രധാനമന്ത്രിയാകാൻ നരേന്ദ്രമോദി അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിതിൻ ഗഡ്കരി എന്ന് പറയുന്നൊരു ഏതാണ്ട് 2ാം സ്ഥാനത്ത് പോപ്പുലർ ആയിട്ടുള്ള BJPയുടെ നേതാവുണ്ട്, മുൻ BJPയുടെ ദേശീയ പ്രസിഡന്റാ. അദ്ദേഹം ഒരു മോദി വിരുദ്ധനാ. അതായത് BJPയിൽ സാമാന്യ ജനാധിപത്യ ബോധമുള്ള ജനകീയ അടിത്തറയുള്ള നേതാവാണ് നിതിൻ ഗഡ്കരിയെ. ആ നിതിൻ ഗഡ്കരിയെ അദ്ദേഹത്തിന്റെ നാഗ്പൂരിൽ പരാജയപ്പെടുത്താൻ അവിടെ ഏകനാഥ് ഷിൻഡെ പോലുള്ളവരെയൊക്കെ കരുവാക്കിക്കൊണ്ട് കഠിന ശ്രമം നടത്തി ഈ മോദി. പക്ഷെ അദ്ദേഹം വിജയിച്ചു വന്നു. അദ്ദേഹമൊക്കെ ഒരു റിബലായിട്ട് മാറും. ഒന്ന്. ഇനി മറ്റൊരു ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത്, നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി ആരുമല്ല എന്നുള്ളവർ തെളിഞ്ഞു കഴിഞ്ഞു. ഇനി അദ്ദേഹം ഭരണത്തിലേക്ക് പിന്തുടർച്ചയിൽ എന്തെങ്കിലും കുതികാലി വെട്ടിത്തിരക്കൂടെ അദ്ദേഹം അധികാരത്തിലേറിയാൽ പോകാൻ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് ക്യാൻസൽ ചെയ്യുമോ? അല്ല, അത് പിന്നെ ഉറപ്പായിട്ട് ക്യാൻസൽ ചെയ്യില്ല. ഇനി ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഗാന്ധിജിയെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത
നരേന്ദ്രമോദിക്ക് ഇനി ലോകത്തിന് മുമ്പിൽ ലോകത്തെ ജനാധിപത്യ വിശ്വാസികളുടെ വെളിച്ചവും തെളിച്ചവും ഇപ്പൊ റോൾ മോഡൽ പോയ മഹാത്മാഗാന്ധി അപമാനിച്ചതോടുകൂടി ഇനി അദ്ദേഹത്തിന് ഏത് രാജ്യത്ത് പോയി നിന്ന് നിൽക്കാൻ പറ്റും? അത് അദ്ദേഹം പോവായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുമോ? ജനാധിപത്യ വിശ്വാസികളായ ലോകത്തെ എവിടെയെങ്കിലും പ്രധാനമന്ത്രി ആയാലേ പോകാൻ പറ്റൂ. പ്രധാനമന്ത്രി ആവുമോ? ആയി നിലനിൽക്കുമോ? അത് നിതീഷ് കുമാർ അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവർ അവകാശപ്പെട്ടാലും അല്ലെങ്കിൽ ആവശ്യപ്പെട്ടാലും അദ്ദേഹം തയ്യാറാകത്തില്ല. ശരത് പവാർ എന്ന് പറയുന്ന അഗ്രഗണ്യനായ വൃദ്ധനായ നേതാവ് ഈ പറയുന്ന നവീൻ ക്ഷമിക്കണം, നമ്മുടെ ബീഹാർ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ബിജു പട്നായിക്കിനെയും നമ്മുടെ PDP അല്ല ഇത് ആന്ധ്രാപ്രദേശിൽ അധികാരത്തിലേറാൻ പോകുന്ന ചന്ദ്രബാബു നായിഡു വിളിച്ചു. ചന്ദ്രബാബു നായിഡു അനുകൂലമായി പ്രതികരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നായിഡുവിനെ ജയിലിലിട്ടിട്ട് 1 വർഷമേ ആയുള്ളൂ. അത് ഈ ED കൊണ്ട് നരേന്ദ്രമോദി ജയിപ്പിച്ചാണ്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. രാജ്യത്തെ പ്രബല കക്ഷികളായ കോൺഗ്രസിന്റെയും CPM-ന്റെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ജനാധിപത്യ പ്രക്രിയയിൽ അവർക്ക് ഒരു സ്ഥാനം പോലും നൽകാതെ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഫണ്ട് പോലും നിരോധിച്ച ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണകൂടത്തിന്റെ തലവനെ എങ്ങനെയാണ് ഇനി ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു പ്രധാനമന്ത്രിയാകാനായിട്ട് അവർ തന്നെ തയ്യാറാകുന്നത്? ഇനി 2 മുഖ്യമന്ത്രിമാരെ പിടിച്ചകത്തിട്ടു. എന്തിനാ വീണ്ടും അധികാരത്തിലേറാനായിട്ട്? വിനാശകാല വിപരീത ബുദ്ധി പോലെ ജനാധിപത്യത്തിന്റെ കുളിർമ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഇന്ത്യൻ ജനാധിപത്യം ഇദ്ദേഹത്തിന്റെ ചെവിക്ക് പിടിച്ച് മൂലക്കിരുത്തിരിക്കുക. ഒരു തർക്കമില്ല കാര്യത്തിൽ. തീർച്ചയായും.